ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അമീസി എന്ന സ്മാർട്ട് സോളാർ കൺട്രോളാണ് അൺബോക്സിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂ, അതേപോലെ തന്നെ നമുക്കതിൻ്റെ കുറച്ച് വർക്കിങ്ങും നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സും ഒക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഏകദേശം അമീസി എന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് നമുക്ക് 900 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഏകദേശം 350-400 രൂപയ്ക്ക് ഇതേ 10 ആമ്പിയർ വരുന്ന PWM തന്നെ വരുന്ന സ്മാർട്ട് ചാർജ് കൺട്രോൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇത് ഏകദേശം ബ്രാൻഡഡ് ആയതുകൊണ്ട് ഇതിന് കുറച്ച് ഒരു 1000 രൂപയുടെ താഴെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനുള്ള DC സപ്ലൈ കണക്ട് ചെയ്യാനുള്ള, അതുപോലെ സോളാറിന് കണക്ട് ചെയ്യാനുള്ള കണക്ഷനുകളാണുള്ളത്. അപ്പോൾ നമ്മൾ സോളാറിന് വരുന്ന ഇൻപുട്ട്, അതേപോലെ തന്നെ ബാറ്ററിക്ക് കൊടുക്കാനുള്ളതും നമ്മൾ അതിന് വേണ്ടി നമുക്കൊരു ഔട്ട്പുട്ടും കൂടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റിയ 2 USB പോർട്ടും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ റിയൽ ടൈം വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലൊരു ചെറിയൊരു LCD സ്ക്രീനും കൂടെ വരുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ സർവീസിലേക്കുള്ള അതിൻ്റെ കാർഡ് ഉണ്ട്, നമുക്ക് നമ്പർ വിളിച്ച് നോക്കാനുള്ള. അതേപോലെ തന്നെ നമുക്ക് ഇത് ഫുള്ള് മനസ്സിലാക്കാൻ പറ്റിയ ഇൻസ്ട്രക്ഷൻ മാനുവൽ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ ആകെ വരുന്നത് 3 സെറ്റ് കണക്ഷനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ സോളാറിന് വരുന്ന ഇൻപുട്ട് പ്ലസും മൈനസും. അതേപോലെ തന്നെ രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ അതിൻ്റെ പ്ലസും മൈനസും. അതേപോലെ തന്നെ നമുക്ക് ലോഡ് ഔട്ട് എടുക്കാനുള്ളത് DC സപ്ലൈ പ്ലസും മൈനസും. പിന്നെ നമുക്ക് ഇതിൽ 3 സ്വിച്ചസ് ആണ് വരുന്നത്. അതായത് ഇത് മെയിൻ മെനു ആണ്. അതേപോലെ തന്നെ ഇത് മെനുവിനെ അങ്ങോട്ട് കൂടി കൺട്രോൾ ചെയ്യാനുള്ള പ്ലസ്, അതേപോലെ മൈനസ്. അതേപോലെ തന്നെ ഈ മൈനസിൽ നമുക്ക് ഈ പുറത്തേക്കുള്ള ലോഡ് ഓൺ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 2 USB പോർട്ട് ഉണ്ട്, മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. അതുപോലെ നമുക്ക് 3 ടൈപ്പ് ബാറ്ററി ചാർജ് ചെയ്യാം. നമുക്ക് ലിഥിയം ബാറ്ററി, അതേപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററി, അതേപോലെ തന്നെ ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററി, അതായത് ലിപ്പോ ബാറ്ററി. 3 ബാറ്ററി നമുക്ക് ഇതിൽ ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ബാറ്ററി എന്നുള്ളത് നമുക്ക് ഇതിൽ മെനു ഒക്കെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതിൽ സെറ്റിങ്സ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാം. സോളാറിൻ്റെ കണക്ഷൻ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സോളാറിൽ നിന്ന കണക്ഷനാണ്. അതുപോലെ നെഗറ്റീവ്, അതേപോലെ തന്നെ പോസിറ്റീവ് ആണ്. നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു സോളാർ പാനലിൽ നിന്നാണ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ആംബിയറൊക്കെ ഇത് വരുന്നുണ്ട്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പ്ലസ് നമുക്ക് ഇതിൽ LED സ്ട്രിപ്പ് വെച്ച് നോക്കണം. അത്യാവശ്യം ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ സോളാറിൻ്റെ കണക്ഷൻ നമുക്ക് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് മാറിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഇതിൽ പ്രൊട്ടക്ഷൻ ഡിവൈസും കൂടെ ആണ്. നമുക്ക് പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. നമ്മൾ സാധാരണ പോലെ തന്നെ പ്ലസും മൈനസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് ഇപ്പോൾ 12.6. അതൊരു ചാർജ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ആംപിയർ കുറവുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു സൂര്യപ്രകാശം വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ബാറ്ററിയും കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്ലസ്, അപ്പോൾ അതിൻ്റെ പ്ലസ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്മളിവിടെ കണക്ട് ചെയ്യാണ്. രണ്ടാമത്തെ വരുന്ന നെഗറ്റീവാണ്. അപ്പോൾ അത് കറക്റ്റ് നമുക്ക് കാണാം ചാർജിങ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഔട്ട്പുട്ടില്ല, ഇതിപ്പോൾ ഔട്ട്പുട്ടിലാണ്. അപ്പോൾ ഈ ഒരു ഇത് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ബൾബിൻ്റെ ചിഹ്നം, ഇത് ഔട്ട്പുട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഡിവൈസ് നമുക്ക് ചെക്ക് ചെയ്യാം ഔട്ട്പുട്ട്. ഇപ്പോൾ നല്ല ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ഇവിടുന്ന് മൊബൈൽ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. നമ്മളെ സാധാ USB അത് ഒഴിവാക്കിയ ശേഷം വള്ളി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു മോട്ടറൊക്കെ നമുക്ക് വർക്ക് ചെയ്യിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പ്ലസും മൈനസും നമുക്ക് വയർ പുറത്തേക്ക് എടുത്താൽ നമുക്കിത് വർക്ക് ചെയ്യിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു DC വയർ നമ്മൾ പ്ലസും നെഗറ്റീവും അവിടെ കണക്ട് ചെയ്തു. അപ്പോൾ 2 വയർ ഇതാണ്. അപ്പോൾ ഈ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഇത് നമുക്ക് ഇവിടെ ഓൺ ആക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കാണാം ഇത് ഓണായതിന് ശേഷം നമ്മൾ ഈ മോട്ടറിൻ്റെ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്.
അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലത്തെ DC ഔട്ട്പുട്ട് നമുക്ക് ഏതും വർക്ക് ചെയ്യിച്ചെടുക്കാം. പിന്നെ അതുപോലെ വേറൊരു ഫീച്ചേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സോളാറിന് മാത്രമല്ല ചാർജിങ് കൺട്രോൾ യൂസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് നമ്മളെ വീട്ടിൽ ചാർജ് ചെയ്യാൻ, അതായത് ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റിയ 12 വോൾട്ടിൻ്റെ മുകളിൽ, അതായത് 15 വോൾട്ട് 13 വോൾട്ടൊക്കെ വരുന്ന ഒരു സപ്ലൈ ഉള്ള നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാം. അപ്പോൾ ഈ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് സോളാർ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഒരു PWM ചാർജ് കൺട്രോൾ യൂണിറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് ബാറ്ററിയാണ് സെലക്ട് ചെയ്യുന്നത് ആ വോൾട്ടേജ് കറക്റ്റ്, അതിപ്പോൾ നമുക്ക് 12.6 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 12.6 കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കട്ടാവും. ഇനിയിപ്പോൾ ഈ സോളാർ പാനൽ 18 20 വോൾട്ട് വന്നാലും ഓട്ടോമാറ്റിക് കട്ടാവുന്നൊന്നല്ല, നമുക്കൊന്ന് 16 കയറിയാലും പിന്നെ പെട്ടെന്ന് നമുക്ക് അതൊന്ന് താന്നിട്ട് ചാർജിങ് കൂടുതൽ നേരം സെക്കൻഡുകൾ നിൽക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വോൾട്ടേജ് അങ്ങനെ കിട്ടില്ല. അപ്പോൾ ആ ഔട്ട്പുട്ടിൽ നമുക്ക് ആ വോൾട്ടേജ് വരും, അതൊരു ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നല്ല 12 വോൾട്ട് കറക്റ്റ് വേണ്ട ഉപകരണമാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ഡിവൈസും ഇവിടെ യൂസ് ചെയ്ത് 12 വോൾട്ടിന് കിട്ടാത്ത വിധത്തിൽ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഡിവൈസ് ബക്ക് ബൂസ്റ്ററോ അല്ലെങ്കിൽ മോസ്ഫിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാം 317 ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സെറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ ആണ് ഈ ഒരു ഫസ്റ്റ് തന്നെ ബട്ടൺ ഒരു പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ എത്ര വോൾട്ടേജിലാണ് കട്ട് ആവേണ്ടത് എന്നുള്ളതാണ് ഇത് ഇപ്പോൾ കണ്ട 12.6. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് ഒഴിവായി കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ലെവലിൽ തന്നെ ഒന്ന്, നമുക്ക് രണ്ടാമത്തത് കിട്ടുകയാണെങ്കിൽ 1 2 പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10.5. ഈ ഒരു 10.5 നമ്മുടെ ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് ഈ ഒരു ബാറ്ററി, അതായത് ലോഡ് പുറത്തേക്ക് എടുക്കും, 10.5 കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് കട്ടാവും. അപ്പോൾ നമ്മളെ ഈ ഒരു ബാറ്ററിയുടെ സേഫും പാടെയാണ് ഇത് നോക്കുന്നത്. അപ്പോൾ ഈ 10.5 നമുക്ക് ഇത് സെറ്റിങ്സ് നമുക്ക് ഇവിടെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഈ ഒരു മെയിൻ ഞെക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഈ 10.5 പിന്നെ അതുപോലെ തന്നെ 9 വോൾട്ട് ആകുമ്പോൾ ഇതിൽ നമുക്കിത് കട്ടാവും. അതായത് 9 വോൾട്ട് ആകുമ്പോൾ ഇത് കട്ടാവും, 10 ആകുമ്പോൾ ഇത് ചാർജ് ആകുമ്പോൾ ഓണാവും. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഡ്രെയിൻ ആയി പോവില്ല, കംപ്ലൈൻ്റ് ആവില്ല. അതേപോലെ തന്നെ അടുത്തത് വരുന്നത് 24. ഇത് നമ്മുടെ ഈ സോളാർ 24 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നുള്ള സെറ്റിങ്സ് ആണ്. അത് നമ്മൾ ഓൺ ആക്കേണ്ട, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സിൽ പിന്നെ വരുന്നത് നമുക്ക് B02 ഉണ്ടോ, B02 അതുപോലെ തന്നെ B02 സെറ്റിങ്സ് മാറ്റാന്ന് പറഞ്ഞാൽ, ഇതൊക്കെ സെറ്റിങ്സ് മാറ്റാൻ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മെയിൻ സെക്കൻഡോളം ഫ്ലാഷ് ചെയ്ത് കളിക്കും. അപ്പോൾ നമുക്കിത് നെഗറ്റീവ് ഞെക്കിയാൽ 1 ആവും, അതേപോലെ ഇങ്ങോട്ട് ഞെക്കിയാൽ 3 ഓപ്ഷൻസ്. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ അതായത് ഏത് ബാറ്ററി ചാർജ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ. നമുക്ക് 1 ആണെങ്കിൽ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയും, B2 ആണെങ്കിൽ ലിഥിയം അയൺ ബാറ്ററിയും, B3 ആണെങ്കിൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൽ ഏത് ബാറ്ററിയാണ് സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 വരുന്നത് ലെഡ് ആസിഡ്, അപ്പോൾ നമ്മുടെ ഇത് ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി 1 ആണ്. അപ്പോൾ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിയിലേക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, B2ലേക്ക് ആദ്യം വരിക. ഈ B2 ആണ് ഏത് ഓൺ ആക്കുന്ന സമയത്ത് ഫുൾ ഇതിലിട്ടൊക്കെ B2 ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നേരെ B1 നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് B2. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വരുന്നത് ഏകദേശം ഒരു 13 14 15 വോൾട്ടിലേക്കാണ് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പോൾ ഇതിൽ വോൾട്ടേജ് ഇപ്പോൾ സോളാറിൽ വോൾട്ടേജ് കുറപ്പം കണ്ട 13 വോൾട്ട്, ഇപ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മാക്സിമം ചാർജ് കണ്ടെടുക്കും. ഇനി നമുക്ക് സോളാറിന് 17 18 വോൾട്ടാണ് വരുന്നതെങ്കിൽ ആ 17 18 വോൾട്ട് ഒന്നും ഇരിക്കില്ല, അതുവരെ ആകുമ്പോൾ പെട്ടെന്ന് കട്ടാവും. അപ്പോൾ ഈ അതേ സമയത്ത് നമുക്ക് ലോഡിൽ ഔട്ടിൽ ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിലെ മെയിൻ സെറ്റിങ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് മെയിൻ മെനു. ഈ മെയിൻ മെനുവിൽ നമുക്ക് 6 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ മാറ്റാം. അതേപോലെ തന്നെ ഏത് ഓപ്ഷനാണ് മാറ്റേണ്ടത് വെച്ചാൽ ഈ ഒരു മെയിൻ മെനു അതിലെത്തിയതിന് ശേഷം പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലിങ്ക് ചെയ്യും. ആ ബ്ലിങ്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് ഈ 2 ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ, അതായത് ഫസ്റ്റത്തെ ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഈ ഒരു ബാറ്ററി ചേഞ്ചിങ് ആണ്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഏത് ബാറ്ററിയാണ് ചേഞ്ച് ആവും, B1, അപ്പോൾ നമുക്ക് B2 B3 ഏത് ബാറ്ററിയാണ് സെലക്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇവിടെ അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ചേഞ്ച് ആവും.
അപ്പോൾ B3യിലാണ് നമുക്ക് ചേഞ്ച് ആയത്. B3 എന്ന് പറഞ്ഞാൽ ലിഥിയം അയൺ ഫോസ്ഫേറ്റ്. അപ്പോൾ നമുക്ക് ലിഥിയം അയൺ ഫോസ്ഫേറ്റ് അല്ല നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നാണ്. അപ്പോൾ ലിഥിയം നമ്മുടെ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ B1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ കാറ്റലോഗിൽ ഉണ്ടാവും B1 B2 എന്നൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് 7ാമത്തതാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രസ് ചെയ്തിട്ട് B1ലേക്ക് ആക്കണം. അപ്പോൾ പ്ലസ്, അപ്പോൾ നമുക്ക് ഒന്ന് പ്ലസ് അടിച്ചാൽ മതി. B1 ആയി. അപ്പോൾ B1ലേക്ക് കൺവേർട്ടായി. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബാറ്ററി ചേഞ്ചിങ്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വരുന്ന നമ്മൾ ബാറ്ററിയുടെ ഇത് നമ്മൾ ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഇതാണ് ഇതിൽ വരുന്നത് B1 എന്ന് പറയുമ്പോൾ. നമ്മൾ ഫസ്റ്റ് പ്രാവശ്യം നമ്മൾ ബട്ടൺ ഞെക്കുന്ന സമയത്ത് വരുന്നത് നമ്മൾ ഏത് ബാറ്ററി സെലക്ട് ചെയ്താലും അതാണ് ഇതിൽ ഓപ്ഷൻ മാറുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പെട്ട് കാണാം, അതായത് ഈ 14.4 വോൾട്ട് വരെ ഇതിലേക്ക് ചാർജിങ് നടക്കും, പിന്നെ കട്ടാവും. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് ഈ ഒരു ഇത് ഓൺ ആവാനുള്ളത്, അതായത് 12.6 എന്നുള്ളത് നമുക്ക് രണ്ടാമത്തെ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ അത് മാറ്റാനുള്ളത്. നമുക്ക് ഇതിൽ ഔട്ട്പുട്ട്, അതായത് ഈ ഒരു ബാറ്ററി ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രസ് ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ 12.6 എങ്കിലും വേണം. അപ്പോൾ 12.5 ആയി കഴിഞ്ഞാൽ നമുക്കിത് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ 12.6 മേലോട്ടായാലും നമുക്കിത് ഔട്ട്പുട്ട് ഓൺ ആവുള്ളൂ. അപ്പോൾ 1 2 3. പിന്നെ നമുക്ക് അടുത്ത വരുന്നത് 10.7, അതായത് ഈ ഒരു ബാറ്ററി ഡ്രൈൻ ആയി കഴിഞ്ഞാൽ, അതായത് 10.7 വോൾട്ട് വരെ ഇത് വർക്ക് ചെയ്യും ഔട്ട്പുട്ട്. അപ്പോൾ ഈ 10.7 വോൾട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഔട്ട് തരില്ല. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് 24. ഇത് നമുക്ക് സോളാർ എത്ര നേരം വർക്ക് ചെയ്യാണോ, അപ്പോൾ ഫുൾ ടൈം ഇത് 24 മണിക്കൂറാണ് നല്ലത്. പിന്നെ നമുക്ക് അവസാനം വരുന്നത് നമ്മൾ കാണിച്ചു നമ്മുടെ ഈ ഒരു ചേഞ്ചിങ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയാണ് നമുക്ക് ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്ത് ചെയ്താണ് ഇത് നമുക്ക് ആംബിയർ കൂട്ടുന്നത്. 10 ആംബിയറാണ്. 10 ആംബിയറിൽ നമുക്ക് എങ്ങനെ 20 ആംബിയർ ആക്കാമെന്നുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഓൺലൈനും അല്ലാതെയൊക്കെ തന്നെ DC 12 വോൾട്ടിൻ്റെ ഫാനൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫാന് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു ബാറ്ററി മാത്രം ഉണ്ടായാലും നമുക്ക് ആ ഫാന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്പീഡിലായിരിക്കും കറങ്ങുകയും ചെയ്യുക. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് 1 വോൾട്ടായി 0 വോൾട്ട് ആവുന്നത് വരെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ഓഫ് ആക്കിയില്ലെങ്കിൽ. ആ സമയത്ത് ഈ ബാറ്ററി പെട്ടെന്ന് കേടുവരും. അതേപോലെ ഇതുപോലെ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് സോളാറിൻ്റെത് മാറ്റിയിട്ട്, സോളാർ ഇല്ലെങ്കിൽ സാധാരണ 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നിന്ന് നമുക്ക് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും, നമുക്ക് ഓൺ ആവുകയും ചെയ്യും. ഈ ബാറ്ററി നമുക്ക് കറണ്ട് പോയിട്ട് ഫുള്ള് വർക്ക് ഡ്രെയിൻ ആവില്ല. ആ ഒരു 10 നമ്മൾ എത്ര സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് വരെ നമുക്ക് ഇത് നിൽക്കും, ഓട്ടോമാറ്റിക് കട്ടാവുകയും ചെയ്യും. മാത്രമല്ല ഇതിൻ്റെ കൂടെ ഔട്ടർ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു DC നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നമ്മളെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. അതോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ടെക്നിക്കൽ വീഡിയോ വരാം. ഓക്കെ, ബൈ.